മലയാള സിനിമ കളത്തിന് കാവലായി നിൽക്കുന്ന മമ്മൂട്ടിയുടെ കളങ്കാവൽ എന്ന ചിത്രം മലയാളി പ്രേക്ഷകന് മറ്റൊരു പുതിയ അനുഭവമായി മാറാൻ പോകുന്നു. ഓരോ കഥാപാത്രവും പുതുമയുള്ളതാകണമെന്നും അത് അവതരിപ്പിക്കുന്നത് വൈവിധ്യമാർന്ന രീതിയിലാകണമെന്നും ആഗ്രഹിക്കുന്ന നടന്റെ മറ്റൊരു പരീക്ഷണമാണ് കളങ്കാവൽ. നായകനായല്ല പ്രതിനായകനായാണ് ഈ ചിത്രത്തിൽ മമ്മൂട്ടി എത്തുക എന്നത് ഇതിനോടകം ചർച്ചയായി കഴിഞ്ഞു. പ്രശസ്തിയുടെ കൊടുമുടിയിൽ നിൽക്കുമ്പോഴും സ്റ്റാർ വാല്യൂ നോക്കാതെ ഇത്തരം ആന്റഗണിസ്റ്റ് വേഷങ്ങൾ ചെയ്യാൻ മമ്മൂട്ടിക്ക് യാതൊരു മടിയുമില്ല. കഥാപാത്രം വ്യത്യസ്തമാകണമെന്ന് മാത്രം. വൈവിധ്യമാർന്ന വേഷങ്ങളുടെ കാര്യത്തിൽ ലോക സിനിമയിൽ തന്നെ മമ്മൂട്ടിക്ക് ഒരു പ്രത്യേക ഇടം ഉണ്ടെന്നത് തീർച്ച. അദ്ദേഹത്തിന്റെ ഇതുവരെയുള്ള വില്ലൻ കഥാപാത്രങ്ങൾ അല്ലെങ്കിൽ ഗ്രേ ഷെയ്ഡ് വേഷങ്ങളിലൂടെ നമുക്കൊന്ന് കണ്ണോടിക്കാം. അതിൽ ഒന്നാം സ്ഥാനം, രണ്ടാം സ്ഥാനം എന്നതൊക്കെ ആപേക്ഷികമാണ്. എങ്കിലും പാലേരി മാണിക്യം ഒരു പാതിരാ കൊലപാതകത്തിന്റെ കഥ എന്ന സിനിമയിലെ കുഞ്ഞഹമ്മദ് ഹാജി എന്ന കഥാപാത്രത്തെയാകും പ്രേക്ഷകർ കൂടുതൽ വേർത്തിട്ടുണ്ടാവുക. അത്രയ്ക്ക് തന്മയത്വത്തോടെ സ്ഥിരം വില്ലൻ നടന്മാർ പോലും പെർഫോം ചെയ്യില്ല. നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത സമയത്താണ് ആ കഥാപാത്രം മലബാറിലെ ആ ജന്മി നമുക്ക് മുന്നിൽ അഹങ്കരിച്ചാടി തിമിർത്തത്. സംസ്ഥാന അവാർഡ് നേടിയതിൽ അത്ഭുതമില്ല. സംസ്ഥാന അവാർഡും ദേശീയ അവാർഡും കരസ്ഥമാക്കിയ വിധേയനിലെ ഭാസ്കര പട്ടേലർ വലിയ വെല്ലുവിളി ഉയർത്തിയിട്ടുണ്ടാകും. സംഭാഷണ രീതി, വ്യത്യസ്തമായ ചേഷ്ടകൾ, നടപ്പിലും പിന്നെ നോട്ടത്തിൽ പോലുമുള്ള പുതിയ ഭാവങ്ങൾ മലയാളി ഒരുപക്ഷെ കൗതുകത്തോടെ നോക്കി നിന്നിരിക്കാം. ഗോപകുമാറിന്റെ വിധേയൻ എത്രമാത്രം വിധേയനായിരിക്കുന്നു എന്നത് മമ്മൂട്ടിയുടെ പട്ടേലർ എത്രമാത്രം ക്രൂരനാണ് എന്നതിന്റെ അടിസ്ഥാനത്തിലും നോക്കിക്കാണാം. ലോക സിനിമയുടെ ശ്രദ്ധ ആകർഷിച്ച പ്രമേയുഗം സൃഷ്ടിച്ച ഭ്രമത്തിൽ നിന്നും പ്രേക്ഷകർ മുക്തി നേടിയിട്ടില്ല. ചാത്തനും മന്ത്രവാദവും യക്ഷിയുമൊക്കെ ചേർന്ന് ഒരു ഫാന്റസി ഹൊറർ മൂവിയാണ് പ്രമേയുഗം എന്ന് പറയുമ്പോഴും അതിനുമപ്പുറത്തുള്ള സിംബോളിക് തലത്തിലേക്ക് പ്രേക്ഷകനെ എത്തിക്കാൻ അതിലെ സംഭാഷണങ്ങളും പ്രകടനങ്ങളും സഹായിച്ചിട്ടുണ്ട്. അതിൽ കൊടുവൺ പോറ്റി പ്രേക്ഷകനെ ഒരു മാന്ത്രിക വലയത്തിലാക്കിയെന്ന് തന്നെ പറയാം. ആദ്യ 70mm സിനിമയായ പടയോട്ടത്തിലെ കമ്മാരനെയും കൂടെവിടെ എന്ന സിനിമയിലെ തോമസ് എന്ന പട്ടാളക്കാരനെയും പ്രേക്ഷകർ മറന്നിട്ടില്ല. പഴശ്ശിയുടെ യുദ്ധം കമ്പനി കാണാൻ പോകുന്നതേയുള്ളൂ എന്ന് പറയും പോലെ മമ്മൂട്ടിയുടെ നെഗറ്റീവ് കഥാപാത്രങ്ങൾ ഇനിയുമേറെ. അതിലൊന്നാണ് പുഴു എന്ന ചിത്രം. സഹോദരി അന്യജാതിയിൽപ്പെട്ടയാളെ വിവാഹം കഴിക്കുമ്പോൾ ഉണ്ടാകുന്ന സവർണജാതിക്കാരന്റെ പകയും വിദ്വേഷവും ആ മുഖത്തു വിരിയുന്നത് മലയാളി അന്തം വിട്ട് നോക്കി നിന്നു. ഗർഭിണിയായ സഹോദരിയെയും അവളുടെ ഭർത്താവിനെയും നിർദാക്ഷിണ്യം കൊന്നുകളയുന്ന മേൽക്കോയ്മയുടെ ആ ഭീകര പ്രതിരൂപത്തെ പ്രേക്ഷകരും നിരൂപകരും പ്രശംസ കൊണ്ട് മൂടി. മുന്നറിയിപ്പ് എന്ന സിനിമയിലെ രാഘവൻ എന്ന കഥാപാത്രം ആ സിനിമയിലെ അഞ്ജലി എന്ന ജേർണലിസ്റ്റിന് മാത്രമല്ല എല്ലാവർക്കും ഒരു മുന്നറിയിപ്പാണ് നൽകുന്നത്. വളരെ നിഗൂഢതകൾ നിറഞ്ഞ ഒരു കഥാപാത്രം എത്ര സൂക്ഷ്മതയോടെ കൈകാര്യം ചെയ്യണമെന്ന് മമ്മൂട്ടി നമുക്ക് കാണിച്ചു തരുന്നു. നന്മയുടെ പ്രതിരൂപങ്ങളായ കഥാപാത്രങ്ങൾ മലയാളി പ്രേക്ഷകർ നെഞ്ചേറ്റി വെച്ചിരിക്കുമ്പോഴും അദ്ദേഹത്തിന്റെ നെഗറ്റീവ് കഥാപാത്രങ്ങളും അതേ അളവിൽ സ്വീകരിക്കപ്പെടുന്നു എന്നതുകൊണ്ട് തന്നെ കളങ്കാവൽ തിമിർത്താടുക തന്നെ ചെയ്യുമെന്നതിൽ സംശയമില്ല.